നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. അതിക്രൂരമായ കൊലപാതക വാർത്തയാണ് എറണാകുളത്ത് നിന്ന് പുറത്തു വരുന്നത്. ഇന്നലെ വൈകുന്നേരം സംഭവിച്ചതാണ്. ഒരു വീട്ടിനുള്ളിൽ കയറിയാണ് പ്രതി ഇത്തരത്തിലുള്ള അതിക്രൂര കൊലപാതകം നടത്തിയിരിക്കുന്നത്. 4 പേരെയാണ് പ്രതി ആക്രമിച്ചത്. ഇതിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഈ എറണാകുളത്തെ ചേന്ദമംഗലത്തെ നടുക്കിയ അതിക്രൂരമായ കൊലപാതകം, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു അരുംകൊലയിൽ അവസാനിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ഒരു കൊലപാതകങ്ങൾ ഉണ്ടായത്. ചേന്ദമംഗലം സ്വദേശി വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. എന്നിട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കും എന്നാണ് വിവരങ്ങൾ. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ജിതിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, ചികിത്സയിലാണ്. കൊലപാതകം നടന്ന ഉടൻ അവിടേക്ക് എത്തിയവർ കണ്ടത് വളരെ വേദനാജനകമായ ചില കാഴ്ചകളാണ്. വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യം കാണുന്നത് വേണുവിനെയായിരുന്നു. ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു വേണു. തൊട്ടടുത്ത് ജിതിനും കമിഴ്ന്നു കിടക്കുന്നു. ഹാളിൽ തന്നെ വിനീഷയും ഉഷയും കിടക്കുകയായിരുന്നു. ഹോൾ നിറയെ രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു. വിനീഷയുടെ മക്കളായ ആരാധിക, അവനി ഇവര് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട് കുട്ടികളെ പ്രതി ഉപദ്രവിച്ചില്ല. കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റ ജിതിനെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വീട്ടിൽ കയറിയ നാട്ടുകാർ കണ്ടത് ഇത്തരത്തിൽ ഹൃദയം സ്തംഭിച്ചു പോകുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു. വീടിന്റെ അകം നിറയെ രക്തം തളം കെട്ടിക്കിടക്കുന്നു. പ്രതി വീട്ടിൽ അതിക്രമിച്ച് കയറുമ്പോൾ വിനീഷ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ഗൃഹനാഥനായ വേണുവും ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് കുറെ ദിവസമായി കിടപ്പിലായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. ജിതിൻ 2 മാസം മുൻപാണ് ഗൾഫിൽ നിന്ന് മടങ്ങി വന്നത്. 4 എണ്ണത്തെ ഞാൻ തീർത്തിട്ടുണ്ട്. ആരെയോ വിളിച്ചറിയിച്ച ശേഷം പ്രതി ഋതു കടന്നു കളഞ്ഞത് ജിതിന്റെ സ്കൂട്ടറിൽ തന്നെയായിരുന്നു. ഈ സമയം ജിതിൻ തലയ്ക്കടിയേറ്റ് വീട്ടിൽ കിടക്കുകയായിരുന്നു. ഋതു നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ ചെന്ന് കീഴടങ്ങി. പൊട്ടിക്കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. നാട്ടുകാരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ശ്രീജിത്തും ചേർന്ന് ആംബുലൻസുകൾ വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നാട്ടുകാർക്ക് ഋതു സ്ഥിരം പ്രശ്നക്കാരനായിരുന്നുവെങ്കിലും ഇത്രയും ക്രൂരകൃത്യം ചെയ്യുമെന്ന് അവരാരും കരുതിയിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എക്സൈസിലും ഋതുവിന്റെ പേരിൽ കേസുണ്ട്. വീട്ടിൽ 2 കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. വടക്കേക്കര പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. വ്യക്തിവിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഋതു ജയൻ 3ഓളം കേസുകളിൽ പ്രതിയാണ്. ഇയാൾ നോർത്ത് പറവൂർ പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണെന്നും മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പ്രതികരിച്ചു. വടക്കേക്കര നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിലായി ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വടക്കൻ പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിക്രൂര കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. വീട്ടിനുള്ളിൽ കയറി 4 പേരെ വെട്ടിയിരിക്കുകയാണ്. ഇതിൽ 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു.